ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ പെയിന്റിങ്ങിന് കയറ്റിയേക്കാണ്. ഗൈസ് നോക്കൂ, ഇവിടെ ഒരു പെയിന്റും സംഭവങ്ങളും കഴിഞ്ഞ് ഇവിടെ വണ്ടി ഇട്ടേക്കും കേട്ടോ. അതായത് ഇന്നലെ രാത്രിയിൽ ഈ കാണുന്ന ഇവിടെ നിന്നായിരുന്നു പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നടന്നത്. അതിനുശേഷം പെയിൻറ്റ്, അതായത് ഒരു സംഭവം, അതായത് ഒരു ലൈനപ്പും സംഭവങ്ങളും കഴിഞ്ഞ് ഈ കാണുന്ന റൂഫ് റെയിലും സംഭവങ്ങളൊക്കെ അടിച്ച് ഈ കാണുന്ന വണ്ടി ഇപ്പം നമ്മൾ ഇവിടെ ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പെയിൻറ്റ് ഒന്ന് ചെറുതായിട്ട് മാറി. അപ്പം നമ്മുടെ കയ്യിലൊരു കോഡുണ്ട് ഇതിൻ്റെ ഈ പെയിൻറ്റിൻ്റെ. അപ്പോൾ ഈ കാണുന്ന പെയിൻറ്റ് പോയി മേടിച്ചോണ്ട് അല്ലേ, ഇത് ഫ്ലൂറസെന്റ് ഗ്രീൻ ആണ്. നമ്മുടെ അടുത്തുള്ള ഏതാണെന്നുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫോണിലുണ്ടാവും. അപ്പോൾ അത് നോക്കണം ഗൈസ്. നോക്കൂ, അതായത് ഇത് കണ്ടോ, അതായത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച, അതായത് നമ്മൾ നേരത്തെ അടിച്ച ആ കളർ അല്ലേ ഈ കളർ. അപ്പോൾ ആ കളർ ഇപ്പം പോയി മിക്സ് ചെയ്ത് കളർ ചെയ്ത് മേടിച്ചുകൊണ്ട് വരണം. ഇപ്പം വണ്ടി ഒന്നും കൂടെ മാറ്റി അടിക്കാന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ബ്ലാക്ക് അടിക്കുക. അല്ലാതെ ഇതിനെ, അതായത് വണ്ടി നമുക്ക് ബ്ലാക്ക് അടിക്കുന്ന വെച്ചാൽ നല്ല നല്ല തിളങ്ങുന്ന ബ്ലാക്ക്, അത് നമുക്ക് ഈ പക്ഷേ എത്താം. ഗൈസ് നോക്കൂ, എന്തായാലും ഞാനും ലിവിനും കൂടെ നേരെ അത് മേടിക്കാൻ വേണ്ടി അതിന് നജീബിക്കോട് പറയട്ടെ. ഇതല്ല, വേറെ പെയിൻ്റാണ്. അപ്പോൾ ആ പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബിബി മാറ്റി അടിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഉള്ളിൽ ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന അവിടെ ഇട്ടാട്ടോ വണ്ടിക്ക് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകണേ. ഈ ബ്രസീലും വണ്ടി മാത്രം ഇങ്ങനത്തെ പെയിൻറ്റും. ഗൈസ് നോക്കി, ബ്രസീൽ സവോപോള മാർക്കോപോളയുടെ ബസ്സുകളിലാണ് ഇങ്ങനത്തെ ലൈൻ പെയിൻറ്റുകൾ ഏറ്റവും കൂടുതൽ വന്നു തുടങ്ങിയത്. പിങ്ക്, ഗ്രീന്, പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക് ബ്ലാക്കുകൾ, അങ്ങനത്തെ കുറച്ച് പ്രത്യേക ലൈനുകളുണ്ട്. പെയിൻറ്റിനല്ല, ലൈനുകൾ. അപ്പോൾ ആ ലൈനുകൾ അവിടെ വന്ന്, അപ്പോൾ അതിനാണ് നമ്മളന്ന് അപ്രൂവൽ എടുത്തത്. അപ്പോൾ ആ പെയിൻറ്റ് പോയി മേടിച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ സഫാരി ചെറുക്കൻ ഇവിടെയുണ്ട്. ഞാൻ നേരെ വണ്ടി കയറുന്നു. അതിൻ്റെ മുന്നായിട്ട് നജീബിക്കനെ കണ്ടുപിടിക്കണം. അപ്പം പെയിൻറ്റ് കിട്ടൂല. കേസ് നോക്കൂ, ഞാൻ എത്രയും പെട്ടെന്ന് പെയിൻറ്റ് മേടിക്കട്ടെ. പെയിൻറ്റ് മസ്റ്റായ ഒരു കേസാണ്. പെയിൻറ്റിങ് ഇല്ലെങ്കിൽ പണി പാളും. ഹായ് ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഇക്കാനെ കാണട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇക്കടുത്തെത്തി. ഇനി ഞങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പെയിൻറ്റ് കേട്ടോ. ഇക്ക പെയിൻറ്റ് കടക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമ്പറുണ്ട് #39FF14 ആണ് നമ്മുടെ സെറ്റപ്പ്. കോഡ് നമ്പർ ആ ചാറ്റിങ്ങിൽ പുള്ളിക്ക് സാധനം കൊടുത്തതായിട്ട് ഇതിൻ്റെ അത് കാണുന്നുണ്ട് കേട്ടോ. എന്തി കണ്ട എന്നാന്ന് നോക്കിയ ഡേറ്റ് 2023 9 ഫെബ്രുവരി. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെയാണ് പണിയെടുത്തത്. ഫെബ്രുവരിയിലാണ് പണിയെടുത്തത്. നമ്മൾ കമ്പനി ലേറ്റാണ്. ആണെന്നുണ്ടല്ലോ ഒരു ആംബുലൻസ് റെഡിയാക്കുന്നത് കേട്ടോ. ആംബുലൻസ് വർക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അർബാനിയില്ലേ, ഫോർച്യൂൺ അർബാനിയ, ആ അർബാനിക്ക് വേണ്ടിയുള്ള ടി വി ക്യാബിൻ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് പിന്നെ ഇനിയിപ്പോൾ ടി വി ക്യാബിനായിട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൻ്റെ മോൾഡ് എടുത്ത് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മോൾഡ് അപ്പുറം ഇവിടെയാണ് മോൾഡിൻ്റെ ഫാക്ടറി. അപ്പോൾ ഈ കാണുന്ന ഇതാണ് അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ, അതൊക്കെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നോക്കൂ, കുറേ സ്ഥലത്ത് കുറേ വണ്ടികളുടെ പരിപാടി. ഗൈസ് കുറേ വണ്ടികളുടെ പണി പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും നടത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ പരിപാടി ഏകദേശം ആലമ്പായി തീരുമാനമാക്കിയിട്ടുണ്ട്. ആലമ്പായി ആണ് പണി. ആലമ്പായിക്ക് ബാക്ക് പെയിൻ ഓക്കെ മെഡിസിൻ. ഗൈസ് ആലമ്പായിക്ക് നടുവേദനയായിരുന്നു. ആലമ്പായി ഇപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ആളെ കയറിയിരിക്കാനും അങ്ങനെയുള്ള സെറ്റപ്പും സംവിധാനമൊക്കെ ആയിട്ട് ആ ഒരു സംവിധാനം കേട്ടോ കാണുന്നത്. അപ്പോൾ ഹായ് ഗൈസ് നോക്ക്, അങ്ങനെയുള്ള സെറ്റപ്പാണ് ആ കാണുന്നത്. അപ്പം അതിനുവേണ്ടി പണിയുന്നു ഗൈസ്. ഈ സാധനം കേട്ടോ, ഈ ഒരു ട്രാവലർ പണിതെടുക്കുമ്പോഴാണ് കളം മാറാൻ പോകുന്നത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ട്രാവൽ പണിയെടുക്കാൻ നേരത്താണ് കളം മാറി. ഗൈസ് നോക്ക്, ഫൈനലി നമ്മൾ പെയിൻറ്റിന് വേണ്ടി പറഞ്ഞു 7 മണിക്ക് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് എത്തും. അപ്പോൾ അത് ബിബിനോട് പറയണം. അതെന്തായാലും ഒന്ന് ഞാൻ പറയട്ടെ. അതായത് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് ആദ്യത്തെ ഈ ഒരു ഗ്രീൻ സംഭവം ഇല്ലേ, ആ സംഭവം മാറ്റി അടിക്കുവാണ്. അതായത് നമ്മുടെ നിയോൺ ഗ്രീൻ എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ സംഭവം എൻ്റെ ഫോണിൽ 2 പ്രത്യേകത ഉണ്ട്. 2 പച്ച ലൈനുകൾ തെളിഞ്ഞു നിൽക്കും അല്ലേ ലിവിനെ? കാരണം അപ്ഡേഷൻ ചെയ്തതാണ്. പറഞ്ഞതാണ്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് നമുക്ക് നിയോൺ ഗ്രീൻ. ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു ഈ മേളിൽ കാണുന്ന കളർ കേട്ടോ. RC ബുക്കിനകത്തുള്ളത്. ഗൈസ് നോക്കുക, അത് തന്നെ അടിക്കണം. അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും കമ്പങ്ങളും നമ്മൾ
പറഞ്ഞിട്ടുണ്ട് 7 മണിക്ക് നമ്മുടെ പെയിന്റ് കിട്ടും. ഏതാണ്ട് 3/4 ലിറ്റർ എണ്ണ ഈ കാണുന്ന ഇതിന് മാത്രം no എണ്ണ no paint. Oh yeah. Yes. That's one is a good version. Yeah. ഗൈസ് നോക്കൂ, പിന്നെ ഈ കാണുന്ന ഇതിപ്പം ബ്ലാക്ക് അടിക്കും. ഗൈസ് നോക്കൂ, അതായത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഈ കാണുന്ന പെയിന്റിന്റെ പണി കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വന്ന് എവിടെയെങ്കിലും നിറച്ച് നിൽക്കുമോ? ഗൈസ് നോക്കൂ, അതായത് വൃത്തിയാക്കി കഴുകി ഫിനിഷ് ചെയ്ത് മാത്രമേ ഇലക്ട്രിക്കൽ പരിപാടി ചെയ്യുള്ളൂ. അതായത് ഇലക്ട്രിക്കൽ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി വൺ കോണുകളിൽ ഓരോ ചെറിയ പരിപാടികളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിനാദ്യം പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി തീർക്കണം. അത് മാത്രമല്ല, നാളെ ചിലപ്പോൾ പ്രിൻസേട്ടൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രിൻസേട്ടൻ വന്ന് മെക്കാനിക്കൽ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് വരാമെന്ന് വെച്ചാണ്, പക്ഷേ ഇന്ന് പ്രിൻസേട്ടന് യാദൃശ്ചികമായിട്ട് എത്താൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് വാചാകുലിനെ സംസാരിക്കുകയാണ്. ഗൈസ് നോക്കൂ, പിന്നെ അതേപോലെ തന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ലിബിൻ ഇങ്ങോട്ട് നിൽക്കില്ല, ഞാൻ കറുത്ത് പോകും. ഗൈസ് നോക്കൂ, അതായത് ഇവിടെ നീ കറുത്ത് വന്നേ, അപ്പം ഞാൻ അങ്ങോട്ട് നിൽക്കണ്ടേ? ഇങ്ങോട്ട് ഇവിടെ നീ സുന്ദരനാ. ഓക്കെ ഗൈസ് നോക്കൂ, മിസ്റ്റർ സുന്ദരനായ ഞാൻ സംസാരിക്കുകയാണ്. അപ്പം എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം. പിന്നെ മിസ്റ്റർ വലിയ മനുഷ്യൻ ജോജോ ഇന്ന് AC നോക്കാൻ വരാമെന്ന് പറഞ്ഞു, വന്നില്ല. ഒന്നും കൂടെ രാത്രി വിളിക്കണം. ആ AC എന്തായാലും നോക്കണം. പരമാവധി വേറെ വർക്ക്ഷോപ്പിലേക്ക് ഉണ്ടാകാതെ ഇവിടുന്ന് തന്നെ പണി തീർക്കാൻ വേണ്ടി നോക്കണം. ഞങ്ങൾ ചിലപ്പം നാളെ ഇവിടുന്ന് ഒന്ന് വീട് വരെ പോകും. ഞങ്ങൾക്കൊന്ന് അത്യാവശ്യമായിട്ട് നാട് വരെ പോകേണ്ട ഒരു അത്യാവശ്യമായി ഞങ്ങളുടെ മെയിനായ ആൾക്കാരെ ഒന്ന് കാണണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊന്ന് നാട്ടിൽ പോകും. ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ദിവസം വെള്ളി, നാളെ ശനിയാഴ്ച വൈകുന്നേരം ആയിരിക്കും ഞങ്ങൾ പോകുന്ന നാട്ടിലേക്ക്. ചിലപ്പോൾ ശനിയാഴ്ച നാട്ടിലേക്ക് ഞങ്ങൾ പോകാൻ സാധ്യത കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ 2 വീഡിയോ അല്ലേ? കാരണം കൈതെറ്റി പോയതെന്ന് മാത്രം അല്ലേ? പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്ലോഡ് ചെയ്ത കേട്ടോ, സാധനം കൈവിട്ടങ്ങ് പോയി. പിന്നെ 1000 കൂട്ടം കാര്യങ്ങൾ ഒരു മനുഷ്യനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇവൻ അയച്ചു കൊടുക്കുന്ന സാധനം ചിലപ്പോൾ വേറെ ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുക്കാം. അങ്ങനെ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ച എൻ്റെ വീഡിയോ നഷ്ടപ്പെട്ട് വീട്ടിൽ ഈ യൂട്യൂബിന്റെ അതോ ലോകത്തിലേക്ക് ചാടി വീണുപോയി അല്ലേ ലിവിനെ? അതെ, അടുത്ത വീഡിയോ എടുക്കേണ്ട വീഡിയോ ഉണ്ട്. വണ്ടിയുടെ കാര്യങ്ങൾ വരാൻ നേരത്തെ ഇന്നിപ്പോൾ ഇലക്ട്രിക്കൽ പരിപാടി കാര്യങ്ങൾ, പിന്നെ മെയിനായിട്ട് ബസ്സിലെ ബാത്റൂം മൂരി ഇതിലേക്ക് വെക്കണം. അങ്ങനെ ബസ്സിലെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബസ് വീട്ടിലേക്ക് കൊണ്ടുപോകാത്തത്. ഞങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ സഫാരിക്കായിരിക്കും പോവുക, വരുമ്പോൾ ചിലപ്പോൾ ബസ്സിനായിരിക്കും, ചിലപ്പോൾ സഫാരിക്കായിരിക്കും, പറയാൻ പറ്റത്തില്ല. കാരണം 2-3 വണ്ടി ഉള്ളതുകൊണ്ടാണ്, കാരണം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അടുത്ത കേസ്, ഞങ്ങളുടെ യാത്രയെ കുറിച്ച് അപ്ഡേറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഗൈസ്, ഞാൻ എൻ്റെ യാത്രയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയാം. അതായത് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അതായത് നീ എവിടെയെങ്കിലും ഉറച്ചിരിക്കടാ നോക്കൂ. അതായത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും നമ്മൾ ചൈന വഴി യൂറോപ്പിന് പോകുന്നത്. ഗൈസ് നോക്കൂ, ഇന്ത്യയിൽ നിന്ന് നമുക്ക് ബംഗ്ലാദേശ് വണ്ടി കയറ്റാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും നമുക്ക് മ്യാൻമറിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വണ്ടി കയറ്റാൻ സാധിക്കില്ല. മ്യാൻമറിൽ നമുക്ക് നേരത്തെ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ആഭ്യന്തര കലാപങ്ങളും മറ്റ് സംഭവങ്ങളും നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് വണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അനുഭവസ്ഥരാണ്. കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ വണ്ടി ഓടിച്ച്, അതായത് ഇവിടുന്ന് കേരളത്തിൽ നിന്നും വണ്ടി ഓടിച്ച് നമ്മൾ മിസോറാം വഴി നമ്മൾ, അതായത് മോറ ബോർഡർ വഴി ഞങ്ങൾ സിംഗപ്പൂർ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ആ യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. അതായത് അവിടെ ആഭ്യന്തര കലാപം ഉള്ളതുകൊണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കയറ്റുമില്ല. ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ അത് ശരിയാകാം. ഗൈസ്, ഇനി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് നമ്മൾ പോകാൻ നേരത്തെ മ്യാൻമറിൽ നമുക്ക് ഏതാണ്ട് 1 ലക്ഷം രൂപ അവിടെ ഏജന്റിന് ചിലവുണ്ട്. അതായത് അവിടെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയ ഏജന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്ന രീതി, ഗൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവരായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്ത് വിടുന്നത്. അങ്ങനെ നമുക്ക് പിന്നെ മ്യാൻമർ കിടക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് മ്യാൻമറിൽ നിന്ന് തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, ഇതിൽ വിയറ്റ്നാം ഇത്ര കോംപ്ലിക്കേഷനാണ്. അവിടെയും നമുക്ക് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജന്റ് വേണം. അവർക്ക് ഏതാണ്ട് $1000 ചിലവാകും. 1 മാസത്തേക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ക്യാമ്പർ വാനാണെങ്കിൽ സിംഗപ്പൂർ കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ ബൈക്കോ മറ്റു കാറുകളാണെങ്കിൽ നമുക്ക് സിംഗപ്പൂർ അവർ അലോഡ് ചെയ്യും. അപ്പോൾ അത് ആ കഴിഞ്ഞ യാത്രയെ പഠിച്ചാണ്. ഇനി അടുത്ത യാത്രയിൽ ഞങ്ങളുടെ സ്വന്തം അമേരിക്കയിലെ ഈ കാണുന്ന ചേട്ടനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര മൊത്തം ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഞങ്ങളെ ഭയങ്കരമായിട്ട് അളവൊഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തു തരുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിമിതികൾ വളരെ കൂടുതലാണ്. ഇനി കുറേ അധികം ആൾക്കാർ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യയിൽ നിന്നും നമ്മൾ ഒരു ചൈനീസ് യാത്ര നടത്താൻ നേരത്തെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ബോർഡർ വഴി പോകാനുള്ള ഒരു വിസ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചൈനയിലുള്ള ഈ പാക്കേജ്, അതായത് ഈ കാണുന്ന ടൂറിസം ചെയ്യുന്ന കുറേ അധികം ഏജന്റുമാരുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൈനയിലേക്ക് നമ്മുടെ വാഹനമായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ ബോർഡർ വെച്ച് തടയാനും അവർ ചൈനീസ് ഉദ്യോഗസ്ഥർ നമ്മളെ കടത്തിവിടാതിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കാറിനിട്ട് ചില സമയത്ത് അപ്സെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്ന് ടിബറ്റിൽ നിന്ന് ചൈന വഴി നമ്മൾ മംഗോളിയ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ, അങ്ങനെ ഏത് റൂട്ടാണോ ആ റൂട്ട് വഴിയാണ് ഞങ്ങൾ യൂറോപ്പിന് പോകുന്നത്. ഇനി ഞങ്ങൾ പറയാം,
അതായത് ഞങ്ങൾ അവിടെയുള്ള ഒരു ഏജൻറ്റിനെ പിന്നെ മെയിൽ അയക്കുകയും അവർ റിപ്ലൈ വരികയും അതായത് ആ റിപ്ലൈ പ്രകാരം ഇന്ത്യയിൽ നിന്നും 5 അംഗ സംഘത്തിൻ്റെ കൂടുതലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിൽ ബാംഗ്ലൂരിലുള്ള ഒരാളും പിന്നെ ബാക്കിയുള്ള 2 പേര് വിദേശികളുമാണ്. അപ്പം നമ്മൾ ഇത്രയുമുള്ള ഒരു 4 ഗ്രൂപ്പാണ്. ഈ 4 ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് $2200 രൂപയെ ചിലവ് വരുള്ളൂ, അല്ലെങ്കിൽ ഏകദേശം 5000-6000 രൂപ പെർ പേഴ്സണായിട്ട് പോകാൻ ചിലവ് വരും. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചൈനയിൽ നമ്മുടെ വണ്ടിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അവർ പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് നമ്മുടെ പിന്നെ ഈ 18 ദിവസം 19 ദിവസമാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അതിൽ ഈ 18 ദിവസം നമുക്ക് എന്തൊക്കെ എത്ര കിലോമീറ്റർ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് പോകേണ്ട സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആ പ്രകാരം നമുക്ക് ഈ മാസം അടുത്ത മാസം 10-ന് നമുക്ക് കാഠ്മണ്ഡു എത്തണം. കാഠ്മണ്ഡു വെച്ചാണ് നമ്മൾ ചൈനയുടെ വിസ സബ്മിറ്റ് ചെയ്തത്. ചൈനയുടെ വിസ സബ്മിറ്റ് ചെയ്ത് വിസ കിട്ടിയതിന് ശേഷം നമ്മൾ ഈ 4 പേര് പിന്നെ ബോർഡറിലേക്ക് നമ്മൾ ചെല്ലും. എനിക്ക് തോന്നുന്നത് താത്തോപ്പാനിയാണെന്നാണ് എൻ്റെ വിശ്വാസം. താത്തോപ്പാനി അതായത് നേപ്പാൾ ചൈന ബോർഡറാണ്. ഈ താത്തോപ്പാനിയിൽ നമ്മൾ 4 പേര് ഇരുന്നിട്ട് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഏജൻറ്റും അവരുടെ ഉദ്യോഗസ്ഥരും വരും. എന്നിട്ട് നമ്മളെ അവിടുന്ന് പിക്ക് ചെയ്ത് പിന്നെ അവരുടെ കൺട്രോളിലാണ് നമ്മൾ ഓടുന്നത്. ഗൈസ് ശ്രദ്ധിക്കുക, നമ്മുടെ വാഹനം നമ്മൾ ചൈനയിലേക്ക് കൊണ്ടുവന്ന നേരത്ത് നമ്മുടെ ഇന്ത്യൻ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് അവരെടുത്തു മാറ്റി ചൈനീസ് നമ്പർ പ്ലേറ്റ് ആകും. ചൈനീസ് നമ്പർ പ്ലേറ്റ് വരും, ചൈനീസ് പിന്നെ ബുക്കും പേപ്പറും. അതായത് നമുക്ക് കംബോഡിയയിൽ ചൈനീസ് പിന്നെ RC ബുക്ക് ഇന്ന് തന്നായിരുന്നു. അന്ന് പറഞ്ഞ പോലെ ചൈനീസ് RC ബുക്ക് വരും. പിന്നെ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന വാഹനം കൊണ്ട് പോകുന്ന ഇതിൽ അവിടെ ടെസ്റ്റ് ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ ലൈസൻസ് ടെസ്റ്റ്, നമ്പർ പ്ലേറ്റ്, ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഏതാണ്ട് 3 ദിവസത്തിലാണ് ചൈനയിൽ കയറി കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അവർ നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് അംഗീകൃതമായ ഒരു പിന്നെ ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നമ്മുടെ വണ്ടിക്കകത്തുണ്ടാവും. ആ ഗൈഡാണ് എവിടെ വീഡിയോ എടുക്കണം, എങ്ങനെ എടുക്കണം, ഏത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, അതായത് അവിടുത്തെ ആർമിയുടെയും പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഇത്രയും ആൾക്കാർ പെർമിഷനോട് കൂടിയാണ് നമ്മൾ കയറിപ്പോകുന്നത്. പിന്നീട് നമ്മൾ ഈ ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻറ്റയർലി ഫ്രീ ആണ്. കാരണം വെച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. നമ്മൾ ഏതാണ്ട് 43-45 രാജ്യം കവർ ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് ആയിരുന്നു കേട്ടോ, വമ്പൻ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞു. ഐസിന് ഞങ്ങൾ വണ്ടിയായിട്ടുള്ള സംവിധാനം കേട്ടോ. ലിവിനെ ഇക്കോട് സംഭവം സംസാരിക്കട്ടോ. ഈ ട്രാവലർ ഇറക്കി കേട്ടിട്ടേക്കാം. ഈ ട്രാവലർ ഇറക്കി കേട്ടിട്ടേക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വണ്ടി എവിടെ കയറ്റണമെന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ. ഇത് ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതില്ലാതെ അഖിലേ എടാ ഇല്ലാണ്ടിൻ്റെ ഈ വണ്ടി ബാക്കോട്ട് ഇറക്കിയിടുക. ഇതെന്തായാലും പെയിന്റ് അടിക്കുന്നല്ലേ, ഈ നടുക്കിട്ടപ്പോഴാ ഇത് ഇറക്കി കഴിഞ്ഞാൽ ചെറിയ കാര്യം. അപ്പുറത്താണ് വീൽ കപ്പൊക്കെ പെയിന്റ് അടിക്കുന്നത്, അതിവിടെ കിട്ടും. ഫൈനലി തീരുമാനം എടുത്തു. ഈ കാണുന്ന നമ്മുടെ ചെറുക്കനെ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നേരെ ആ സൈഡിൽ കയറ്റാൻ പോകാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ട്രാവലർ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന ഇങ്ങോട്ട് കയറ്റി വെക്കും കേട്ടോ. പെയിൻ്റ് അടി സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റപ്പ് ആയിട്ട് ലിവിൻ അതേ സമയത്ത് ഈ കാണുന്ന ഇവിടുന്ന് ഉള്ള വയറുകളും സംഭവങ്ങളൊക്കെ മടക്കി ഇതിൻ്റെ അകത്ത് കയറ്റും കേട്ടോ. ലിവിന് ഇതിൻ്റെ അകത്ത് കയറ്റുമല്ലേ, മടക്കി വെച്ചേക്കുമല്ലേ. ലിവിൻ എന്താ വീണ്ടും ഇങ്ങോട്ട് വന്ന് കിട്ടുന്നില്ല. കിട്ടിയോ? അവിടുന്ന് വലിച്ചാക്കില്ല. വലിച്ച വയറ് മൊത്തം ലിവിന് ഈ കാണുന്ന ഇതിലേക്ക് ഇങ്ങനെ മടക്കി വലിച്ച് കയറ്റി വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇനി ഇവിടെ ട്രാവലർ കൊണ്ടുവന്നിട്ടാൽ മതി കേട്ടോ. ഈ പ്രാവശ്യത്തെ ലോക്ക് നല്ല ഗംഭീര ലോക്കാട്ടോ. അടച്ചാൽ ലിവി ആർക്കും തുറക്കാം. അത് മതി, ചാടിപ്പോകുമല്ലോ. കൈ നോക്കണേ. ഇന്നലെ കാണാതെ പോയി ഷർട്ട് കേട്ടോ. ലിബിൻ ഇവിടെ ഊരി വെച്ചിട്ട് പോയി, മറന്നുപോയി. അതിന് എടുത്ത് നോക്കണം കേട്ടോ. ഈ വണ്ടി ഇറക്കട്ടെ. ഈ കാണുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റണം. സ്റ്റാർട്ടാവും നോക്കട്ടെ കേട്ടോ ആദ്യം. സ്റ്റാർട്ടാവും. ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ ഫൈനലി സക്സസ്. ഇപ്പം നല്ല ചൂടാണ്. ചൂട് മാറാനായിട്ട് നേരെ ഈ കാണുന്ന സാധനം അങ്ങോട്ട് ഓണാക്കുക. ഇതിൻ്റെ അടിയിൽ സാധനമുണ്ട്, അതൊന്ന് ഇരിക്കുക. AC റെഡി. ഹായ് സമ്മർ റെഡി ആയിട്ടോ. എയർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സിഗ്നൽ അടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതായത് ചവിട്ടി ഇനി ഫുൾ എയർ കയറ്റണം കേട്ടോ. ചവിട്ടാൻ നിർത്തിയാൽ എയർ കയറും, ചവിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറും കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി ഈ സൈഡിലോട്ട് മാറ്റി അപ്പുറത്തപ്പുറത്ത് തിരിച്ചിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ വണ്ടീനകത്ത് പൊടി കയറും പെയിൻ്റ് അടിക്കുമ്പോൾ. ഈ വണ്ടി അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് നേരെ തിരിച്ചിടുക. എന്നിട്ട് നമ്മുടെ ട്രാവൽ ഇവിടെ വന്ന വണ്ടിയെല്ലാം ഞാൻ മാറ്റിയിട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അങ്ങോട്ട് മാറ്റി ഇടാൻ വേണ്ടി പ്രയാസമായിരിക്കും. ഇത് ഇച്ചിരി ഫ്രണ്ട് ഭാഗം വെയിലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. വായോ തിരിച്ചടി.
വായോ 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 മതി മതി അവനെ അങ്ങനെ വെച്ചാൽ മതി. കയറാൻ സ്ഥലമുണ്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം വൃത്തിയാക്കാം. ചൂലെടുത്തിട്ട് അടിച്ചു വരി കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ അല്ലെങ്കിൽ പൊടി പിടിക്കാനുള്ള എല്ലാ കാര്യം നമ്മൾ ചെയ്യണം. ഗൈസ്, ഈ കാണുന്ന AC നിലച്ചു പോയി കേട്ടോ. ഇത് നിലച്ചു. എന്താണാവോ വർക്കാവുന്നില്ല. AC നിലച്ചു ഗൈസ്. വണ്ടി ഓഫാക്കി ഗിയറിലിട്ടാക്കാം. പുറകിൽ ഒരു സാധനവും കറക്റ്റ് ചെയ്യാതെ ഇട്ടാക്കുന്നതുകൊണ്ട് ഇതൊന്നും തുറക്കത്ത് പോലും ഇല്ല കേട്ടോ. തുറന്നു ഭാഗ്യം. എന്തെങ്കിലുമൊക്കെ ബേക്കിൽ നിന്ന് ചാടിപ്പോയെന്ന് സംശയം ഉണ്ടാവും കേട്ടോ. ഇനിയും പോയിട്ട് ട്രാവലർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കയറ്റണം. ഓക്കെ, സ്പേസ് റെഡി. എന്നിട്ട് ഇവിടെ നിന്ന് വേണം ഇനിയിപ്പോൾ നമുക്ക് എന്തടിക്കാൻ, അതായത് പിന്നെ പെയിൻ്റ് അടിക്കാം കേട്ടോ. എടാ ഞാൻ പണിയെടുക്കുന്നു. ഗൈസ്, ലിവിൻ പണിയെടുക്കാം കേട്ടോ. ഈ പൊടി ഇവിടുന്ന് മാറിയില്ലേ? എടാ ലിവിൻ, ഈ പൊടി ഇവിടുന്ന് മാറിയില്ലേ ഇത് മൊത്തം പറന്നു വരും കേട്ടോ. അതുകൊണ്ട് ലിവിൻ ഇവിടെ റെഡിയാക്കുക. ഇതിപ്പോ അതെ മറ്റേ ഗണ്ണിന്റെ മറ്റേ ഇതടിച്ചാ പോലെ ചതറി പോവോ? ഗണ്ണിന്റെ ഇത് പിടിച്ചാൽ മതിയോ? ഇല്ല, പറക്കും. ഭയങ്കരമായിട്ട് പൊടി പറക്കും. ഗൈസ്, നോക്കൂ, ഈ കാണുന്ന സംഭവങ്ങൾ ഓരോന്ന് ലിവിൻ ലെവലാക്കും കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടി. ലിവിൻ്റെ കയ്യിൽ നിന്ന് ചൂല് മേടിച്ചു കഴിഞ്ഞപ്പം അടി തുടങ്ങി കേട്ടോ. ഇത് ചൂലിന് വേണ്ടി അടിയാണോ? ഗൈസ്, നോക്കൂ, ഇത് പെട്ടെന്ന് കയറ്റി ഇന്ന് പെയിന്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് തീരുള്ളൂ. വണ്ടി എന്നാലും ഈ സൈഡിൽ ഒതുക്കിയിട്ട് നന്നായിട്ടോ. അപ്പം വലിയ വിഷയം വരില്ല. ഇവിടെ വണ്ടി നേരിട്ട് കയറ്റാലോ. എന്തായാലും ഈ സംഭവം നമ്മൾ അടിച്ചില്ലെങ്കിൽ, ഇന്ന് പെയിന്റ് അടിച്ചാൽ ബാക്കിയുള്ള പണികളെല്ലാം ഡീൽ ചെയ്യും. പെയിന്റ് അടിച്ച് ഇത്ര സമയം വരെ നമുക്ക് അതിനകത്ത് ഒരു പണിയും കാര്യങ്ങളും സംഭവങ്ങളും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ നേരത്തെ പെയിന്റ് പച്ചടിച്ചു, അതിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ പെയിന്റ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇന്നലെ അങ്കമാലി പോയിട്ടാണ് നമ്മൾ ആ പെയിന്റ് കലക്കിച്ച് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. ആസ് യൂഷ്വൽ ആൻഡ് മിക്സ്ഡ് ആൻഡ് അടിച്ചു വാരി എല്ലാം ലെവലാക്കി എടുക്കുവാണ്. ലിവിൻ അതേ സമയത്ത് ഇവിടെ എല്ലാം ലെവലാക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ കാണുന്ന ഇങ്ങോട്ട് നമ്മുടെ TT നെപ്പോളിയനെ എടുത്തുകൊണ്ട് വരും കേട്ടോ. ഈ വണ്ടിയുടെ പെയിന്റ് അടി കഴിഞ്ഞാണ് നമ്മുടെ വണ്ടിയുടെ പെയിന്റ് അടി തുടങ്ങും. ഇതിന് വൈറ്റ് പേളാണോ വിവിനെ? സാധാ വൈറ്റ് അടിക്കണം. അപ്പോൾ അടി കഴിഞ്ഞ പാടെ നമ്മുടെ വണ്ടിക്ക് തുടങ്ങും. ഇന്നലെ നമ്മൾ അടിച്ച് തീരണ്ടായിരുന്നു, പക്ഷേ ആ പെയിൻറ്റിന് ചെറിയ പ്രശ്നം പറ്റുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. ഗൈസ്, നോക്കൂ, നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി നേരെ എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഗൈസ്, ഫൈനലി ഈ കാണുന്ന വണ്ടി നമ്മുടെ ചെറുക്കനെ സ്റ്റാർട്ടാക്കുവാണ്. സ്റ്റാർട്ടാകൂല, കാരണം ഇത് ഫുള്ള് കട്ട് ഔട്ടും ഓണായോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, ഇത് ഫുള്ള് ഊരിട്ടേക്കോ. ഗൈസ്, ഇതിൻ്റെ ടെർമിനലല്ലേ ഊരിട്ടേക്കട്ടെ, എല്ലാം കുത്തട്ടെ. കൊടുത്തു. ഗൈസ്, ഇത് കറക്റ്റത്തെ കൊടുത്താൽ മാത്രമേ ഈ കാണുന്ന സാധനം സ്റ്റാർട്ടാകത്തുള്ളൂ കേട്ടോ. 1 2 3 ഓക്കെ, സക്സസ്. വണ്ടി സ്റ്റാർട്ടായിട്ടോ. വണ്ടി റീസ്റ്റാർട്ട് ആയിരിക്കുകയാണ്. സീറ്റ് അല്പം ഫ്രണ്ടിലേക്ക് കയറ്റിയിടുക. വേറെ ഒന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം കേട്ടോ. ബസ്സിൻ്റെ AC കേട്ടോ. ഇല്ല ഇല്ല, അൾട്ര നെഹി ഹേ യാർ, നെഹി ഹേ ബാർ, നെഹി ഹേ യാർ. ഇതിൻ്റെ ആണോ ഓഫ്? ഓണ് ഇത് ഇല്ല, ഇത് തന്നെ. ഇതൊക്കെ ലെവലാക്കി പിടിപ്പിക്കണം. ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഡു ഗൈസ്? സക്സസ്. ചെറിയ ലൂസ് കണക്ഷനായിരുന്നു സംഭവിച്ചത്. സംഭവം റെഡിയായി. ദൈവമേ, കർത്താവൊക്കെ ഇവിടെ കിടക്കുക. കർത്താവെ കിടക്കട്ടെ. ഗൈസ്, ഫൈനലി ഇക്ക വണ്ടിയെ കയറി. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഓടിച്ചോണ്ട് വന്നു. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന പോലെയാ, മൊത്തം വയറും വള്ളിയാ. അതിൻ്റെ AC ഉണ്ട്. അടച്ചോ ഗൈസ്, നോക്കൂ, സംഭവം അടച്ചു. ഈ പെയിൻ്റ് അത്ര സക്സസ് ആയില്ല കേട്ടോ, അതുകൊണ്ടാണ് മാറ്റി അടയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പൊടി ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ തോന്നുന്നു കേട്ടോ, പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട്. ഇത് കറക്റ്റ് കോണിനുകൊണ്ട് കയറ്റിയാക്കുന്നത്. നമുക്ക് ഈ വണ്ടി ഇറങ്ങുന്നതനുസരിച്ചാണ് അതിൻ്റെ സെറ്റപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അഖിൽ ആ വണ്ടി കയറ്റുവാണ്. അപ്പോൾ ഇതതിനനുസരിച്ച് ഉള്ളിലേക്ക് കയറ്റണം കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം താളിച്ചു കേട്ടോ മൊത്തം. ഈ വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പിന്നെ മാർബൻസ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവലറിന് വരാം കേട്ടോ. നോക്കൂ, ട്രാവലർ കയറി പോവാണ്.
ഇക്ക അതുകൊണ്ട് നേരെ ഉള്ളിലേക്ക് കയറും കേട്ടോ. ദേഹത്തൊഴിക്കാതാ ഗൈസ്. നോക്കൂ, നേരെ റിവേഴ്സ് വെക്കാനുള്ള പരിപാടി കേട്ടോ. ലിവിന് അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് ലെവലാക്കി. ഗൈസ് ഇന്നലെ മേടിച്ച പൂമ കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന പൂമ പോയി. ഗൈസ് നോക്കൂ, നേരത്തെ ഉണ്ടായിരുന്ന പ്യൂമ കംപ്ലൈൻ്റ് ആയി. 3 മാസം വാറണ്ടി ഉണ്ടായിരുന്നു. നേരെ ഫോറം മാളിലെ പ്യൂമയെ കൊണ്ട് കൊടുത്തു. അവർ സംഭവം മാറ്റി തന്നു. ഞങ്ങൾ 1000 രൂപ വെച്ച് കൊടുത്തു ഒരു ചെരുപ്പിന്. അപ്പം വേറെ ചെരുപ്പ് വന്നു കേട്ടോ. ന്യൂ പൂമ, വാട്ട് ഈസ് ദിസ്? അല്ലേ? ഗൈസ് വണ്ടി കയറി വരട്ടെ. അല്ല ഇത്രയും ഇങ്ങനെ എൻ്റെ കാര്യം കൂടെ കഴിയട്ടെ. ഗൈസ് നോക്കൂ, വണ്ടി കയറി വരാൻ പോവാ. ഇക്ക ഈ സൈഡ് കൂട്ടിയെടുത്തോ നജീബിക്ക. ഈ സൈഡ് വാ തിരിച്ച് വാ ഈ സൈഡ് കൂട്ടി വാ നിക്കട്ടെ. പൈപ്പ് നോക്കട്ടെ. മതി പൈപ്പ് പോരല്ലേ? കുറച്ചുകൂടെ കയറണ്ടേ? നോക്കണേ സെൻട്രൽ ലോക്കിന്റെ സാധനങ്ങളൊക്കെ എല്ലാം പോയിട്ടാ. അത് പറിച്ച് കളഞ്ഞാ. പുതിയത് വെച്ചു? പുതിയ സാധനം വെച്ചെന്ന് തോന്നുന്നു. ആണോ സെറ്റ് ചെയ്തേ? വേറെ ടൈപ്പ് വെക്കാന്ന് പറഞ്ഞു വെച്ചാട്ടാ സംഭവം. ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവും. നാട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കാണുന്ന വണ്ടി പെയിൻറ്റ് അടുപ്പിച്ചിട്ടിട്ട് വേണം പോകാൻ വേണ്ടി. പെയിൻറ്റിങ്ങാനും പിന്നെ അടിച്ചില്ല പണി പാളും കേട്ടോ. അപ്പം അതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വണ്ടി കയറ്റിയിട്ടാക്കുന്നത്. തൊട്ടപ്പുറം തന്നെ നമ്മുടെ SS ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സംഭവം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്തടിക്കുന്നതായിരിക്കും, പെയിൻ്റ് അടിക്കുന്നതായിരിക്കും കേട്ടോ. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പെയിൻ്റ് അടി തുടങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ കാണുന്ന എയർ വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർ ആ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നു. ഇന്ന് നമ്മുടെ വണ്ടിയുടെ പെയിന്റ് അടിക്കുന്ന റാംബോയും വേറെ മാമ്പോയോ? ചേട്ടൻ്റെ പേരെന്നാ? മാമ്പോ ഒഫീഷ്യൽ നെയിം ആണോ? അല്ലല്ല, ഒഫീഷ്യൽ നെയിം ശ്രീനാഥ്. നിങ്ങളെല്ലാവരും വിളിക്കുന്നത് മാമ്പോ. എന്തൊരു അഭിമാനത്തോടെയാണ്. സാധാരണ ആൾക്കാർ ഇരട്ടപ്പേര് വിളിക്കാൻ തെറി പറയും കേട്ടോ. വീണ്ടും നമ്മുടെ വണ്ടി ഉരച്ച് കഴുകി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇന്നലെ അടിച്ച പെയിന്റ് ഉണ്ടല്ലോ, ആ പെയിന്റ് മൊത്തം ചേട്ടാ തേച്ച് കളയുവാണോ? ഇനി മേലെ ഇനി അടിക്കുമല്ലേ? ഗൈസ് നോക്കി, ഇന്നലെ അടിച്ച് ഈ പച്ച പെയിന്റ് മൊത്തം തേച്ച് കളയുക കേട്ടോ. അതാണ് നടക്കാൻ പോകുന്നത്. വേറെ കാര്യമുണ്ട്, ഇനി ഇതിനകത്ത് ഇച്ചിരി തേച്ചിട്ട് നമ്മുടെ കളർ ഇച്ചിരി കൂടെ പച്ച കൂടിയൊരു കളറാണ്. അതാണ് നമുക്ക് ആർ ടി ഓഫീസിൽ നിന്ന് അപ്രൂവ് ഇട്ട് കളർ. നന്നായിട്ടിരിക്കും. ആർ ടി ഓഫീസിൽ നിന്ന് അപ്രൂവ് ഇട്ട് കളർ അത് ആ സാധനം തന്നെ കയറ്റി കണ്ട് കാണിച്ചിട്ട് വെച്ചിട്ട് അടിച്ചാൽ പോകും. ഗൈസ് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം ആർ ടി ഓഫീസിൽ നമുക്ക് ഏതിനാണോ അപ്രൂവൽ കിട്ടി ആ പെയിന്റ് തന്നെ അടിക്കണം. പെയിന്റ് മാറുന്ന അത്ര നല്ല കാര്യമല്ല. പുറം രാജ്യത്തോട്ടൊക്കെ പോകുന്നത് RC അവർ നോക്കും. അപ്പോൾ അവിടെയൊക്കെ നോക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഊമ്പിപ്പോവും. അതുകൊണ്ട് നമ്മൾ അത് തന്നെ അടിക്കണം. ഞാനിപ്പം വരാട്ടോ. ഈ വരയ്ക്കുന്ന ഭാഗമല്ലോ ഇവിടെ ഫുള്ള് പൊടി കയറിയതാട്ടോ. എന്നിട്ടത് അതുകൊണ്ടും കൂടെയാണ് മാറ്റി അടിക്കുന്നത്. എൻ്റെ പെയിൻറ്റ് എവിടെയോ ഉണ്ടോ? അല്ല എൻ്റെ സഫാരിയിലാണ്. അല്ലാണ്ട് എവിടെയോ ഉണ്ട് കേട്ടോ. നോക്കൂ, നമ്മുടെ സഫാരിക്കുട്ടി ഇവിടെയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനാണ് കേട്ടോ പോവുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ TTNPള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അതെടുക്കണം. SSCന്ന് തുണികൾ ഫുൾ എടുക്കാണ്ട് ആ തുണികൾ എടുത്ത് വീട്ടിൽ കൊണ്ട് അലക്കിയിട്ട് വേണം വീണ്ടും വരാൻ വേണ്ടി. എങ്കിലും ഇടാൻ തുണി ഉണ്ടാവുള്ളൂ. കാരണം മറ്റേ തുണി ഇപ്പോൾ ഇടാറില്ലാത്തതുകൊണ്ട് ഈ തുണികളേ ഉള്ളൂ. അതായത് മിസ്റ്റർ ബിപിൻ കുട്ട ഇച്ചിരി കറുത്ത് കേട്ടോ. നമുക്ക് ഫെയർ ലെവൽ മേടിക്കണം കേട്ടോ. ഓൾമോസ്റ്റോ 6 രൂപ കേട്ടോ. ഇതെവിടെ പോവാ? വന്നേ മുങ്ങിയോ? ആണോ? അതെ, ഒരു കേസ്. മറ്റേ ഇന്നലെ മേടിച്ച പെയിന്റ് എന്തി? ഏതാ? എവിടെ? ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നലെ മേടിച്ചോണ്ട് വന്ന പെയിന്റ് കേട്ടോ. അത് പൊട്ടിച്ചല്ലോ. ഏത്? എവിടെ ചേട്ടാ? അത് പൊട്ടിച്ചല്ലേ? അത് 750 ml ഉള്ളു ഇത്. ഇല്ല, 750 പറഞ്ഞ തന്നെ. ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ. മറ്റേ പെയിന്റ് ആദ്യം അടിച്ചെന്തി? ഏത്? ഇത് വ്യത്യാസം ഉണ്ടോ ചേട്ടാ? ഇതാണ് ആദ്യം അടിച്ചത്, ഇതാണ് ഇപ്പം അടിച്ചത്. ഇതിലെങ്ങനെ വ്യത്യാസം തോന്നുന്നത്? ഇതിന് ഇച്ചിരി സ്ട്രെങ്ത് കൂടുതലുണ്ടോ? ഏത് ഈ കാണുന്നത്? നോർമൽ നിയോൺ ഗ്രീൻ എന്നാ ചേട്ടാ പറഞ്ഞത്. ഇത് അത് അവിടെ തന്നെ കലക്കി കിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയതാണ്. ഈ പൂർസൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല എന്നാ പറയുക, ഭയങ്കര ഹാർഡായിട്ടുള്ള വെയിലടിക്കാൻ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന നല്ല ഹാർഡ് വെയിലുണ്ടാവും. സംഭവം ഫെയിൽഡോ അല്ലേ ചേട്ടാ? ഗൈസ് ബേസ് തെളിഞ്ഞു വരും. ഏതാണ്ട് ഇത് ഏകദേശം അടിച്ച് തീർന്നോ? ഗൈസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ വണ്ടിയാണ്. ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ട്. ആരായിരുന്നു പുള്ളിയുടെ പേരിനെ? മാണ്ടനോ? എന്നാ പുള്ളിയെന്നാണോ? ചേട്ടൻ്റെ പേരിന് എൻ്റെ പേര് മാറന്നെ ഗൈസ്. അപ്പം
ആ സംഭവം ഇനി അങ്ങോട്ട് പോയാൽ മതി. ഇതെന്താ ചെയ്യുമ്പോൾ എല്ലാവരും എൻ്റെ ക്യാമറ ആണ് പോകുന്നത്. അഖില അവിടെ നിൽക്കടാ, അവിടെ നിൽക്കാൻ. ആ അതെ വിളിക്കുന്നു. യെസ്, വണ്ടി ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബിബിൻ വരും. ബസ്സിന്റെ ലോക്ക് എല്ലാം കൊണ്ട് ഓടിക്കുകയാണ്. ഇന്ന് തന്നെ ലോക്ക് ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് പയ്യന്മാരായാലും ഫ്രീ ഉണ്ട്, അവരെ കൊണ്ട് ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി പെയിന്റ് അടിക്കാൻ വേണ്ടി ഫുള്ള് മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മീൻസ് കവറുകളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശം അപ്പുറത്തെ വശം ഏകദേശം ഒട്ടിച്ചൊട്ടിച്ച് ലെവലായി വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന ഈ വശമൊക്കെ കവർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോ വശങ്ങൾ കവർ ചെയ്ത് വേണം നമുക്കിത് അടിക്കാൻ വേണ്ടി കേട്ടോ. ചേട്ടാ ആദ്യം ഗ്രീനാണ് അടിക്കുന്നത്. ആദ്യം ഗ്രീനാണ് അടിക്കുന്നത്. നോക്കൂ, അതായത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ഒട്ടിച്ചു. അങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഇപ്പം പേപ്പർ ഒട്ടിച്ചു തുടങ്ങി. ഇനി ഇവിടെ ഫുൾ ഒട്ടിക്കണം, അതേപോലെ ഇവിടെ ഫുൾ ഒട്ടിക്കണം. അതിനുശേഷം ആദ്യം ഗ്രീനായിട്ട് അടിക്കുക, അതായത് നിയോ ഗ്രീന്. അതിന് ശേഷമാണ് ബ്ലാക്ക് അടിക്കുക. അതായത് നമ്മുടെ വണ്ടിയിൽ നല്ല തിളങ്ങുന്ന പെയിന്റ് ആണ് അടിക്കുന്നത്, കൂടിയ പെയിന്റ്. പെർ ലിറ്ററിന് 5,000 രൂപ വിലയാ അല്ലേ? ഗൈസ് നോക്കൂ, ആ സാധനമാണ് ഈ വീശുന്നത് കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്നൊരു സാധനം നമ്മുടെ വണ്ടിയിലേക്ക് മേടിക്കണം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ മറ്റേ എഞ്ചിൻ റൂമിൽ ഒട്ടിക്കാൻ വേണ്ടി പോകുന്ന സാധനം കേട്ടോ. ഇത് ചൂട് പിടിക്കുകയല്ല, പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് അമൃതയുടെ വണ്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഗൈസ് നോക്കൂ, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂമിൻ്റെ, അതായത് എഞ്ചിൻ കവറുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന എഞ്ചിൻ കവർ, ഈ കാണുന്ന കവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചേ പറ്റുള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കകം ബിബിൻ വന്ന് ഇതടിക്കും. ഇത് പച്ചയും കറുപ്പും അടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ അടി നടന്നാലേ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ല ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം, കാരണം കാര്യങ്ങൾ നടക്കില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. തന്നെ ബിബിനെ കൊണ്ട് പെയിൻറ്റ് അടിപ്പിക്കണം, കാരണം അത് ഉച്ചയ്ക്ക് തീരേണ്ടതായിരുന്നു വണ്ടിയുടെ പരിപാടി. അങ്ങനെയെങ്കിൽ നമ്മുടെ പരിപാടി പെട്ടെന്ന് തീർന്നാണ്. ഇതിപ്പം എല്ലാം കൂടെ എങ്ങനെ ആവുമെന്ന് അറിയില്ല. എന്തായാലും പോയി കാലി പിടിക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ പരിപാടി പാളും. ഈ വണ്ടിയുടെ പെയിൻറ്റിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതാനും നിമിഷങ്ങളിൽ കഴിയും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാ അഖിലേ ചിരിക്കുന്നത്? ഡിസ്കഷൻസ്. ഓക്കെ ഇതിപ്പോൾ ആർക്കൊക്കെ മേടിച്ചു കൊടുക്കണം കർത്താവ്. അഖിലേന്ന് ബിബിന് മുങ്ങല്ലേ ഇങ്ങോട്ട്. ബിബിനെ ഞാൻ ഫോട്ടോ എടുത്തു തന്നാ കേട്ടോ, അത് മനസ്സിലാക്കണം. അങ്ങനത്തെ മറ്റേ ആപ്പ് ഫോട്ടോ ഒന്നുമല്ല, ഞാൻ സൈഡിൽ കാണിക്കുന്ന ആൾക്കാരെ എടുത്തെടുത്ത് ഫോട്ടോ. ഇത് കഴിഞ്ഞോ? എടോ നേരത്തെ ഇങ്ങനെ കാണിച്ചിട്ട് പോയ നിങ്ങളാ. അതിപ്പോ ഇങ്ങനെ ഇതിപ്പോ ഇതിങ്ങനെ ഇപ്പം വരുമോ? ഞാനൊരു കേസ് ചോദിച്ചോട്ടെ, ഇപ്പം പച്ച അടിച്ചിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യും? രാവിലെ അടിക്കും. പ്ലീസ് രാത്രി തന്നെ അടിക്കാൻ പറ്റുമോ? അതിനാ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഇവൻ്റെ ഒരു ഫോട്ടോ ഇപ്പം ഞാൻ എടുത്തു, പുള്ളിയുടെ ഫോട്ടോ ഞാൻ എടുത്തു. ഇതെല്ലാം എടുത്തു കൊടുത്ത് ഞാൻ ഇവരെങ്ങനെ അയച്ചു കൊടുക്കാൻ എൻ്റെ വണ്ടി ഫോട്ടോ അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുത്ത് കൊടുക്കണം ഇവർക്ക്. എന്നിട്ട് ഞാൻ വണ്ടി പണിയിക്കുന്നുണ്ടോ? ഇക്കാടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. അതായതുണ്ടല്ലോ, ഞാൻ നജീബിക്കാട് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു, അഖിലിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു. അത് കിട്ടാൻ വേണ്ടി എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി അവൻ എൻ്റെ ഫോട്ടോ എടുത്തു. ഇവരുടെ മിക്സർ അതുപോലത്തെ പരിപാടികൾ കാര്യങ്ങൾ ചെയ്യാണ്. ഇക്കാടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു. ഓ ഇക്കാ മാറിക്ക് നന്നായിട്ട് പാറുന്നുണ്ട്. നിന്റെ ഫോട്ടോ ഒന്നുമില്ലടാ? സന്തോഷമല്ലേ? കിട്ടും, നടത്തി തരാം ഗൈസ്. ഞാൻ ഇവിടുത്തെ പെയിന്ററെ അങ്ങോട്ട് കൊണ്ടുപോകണം, അതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടോ. വൈറ്റ് അടിച്ച ഗണ്ണാണ് ഈ കാണുന്ന ഗണ്ണ്. ഇനിയിപ്പം നമ്മുടെ കളർ അടിക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കുക കേട്ടോ. അതായത് നമ്മളിനി പച്ചയാണല്ലോ അടിക്കുന്നത്. ടിന്നറിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. അല്ലേ വിൻ ചേട്ടാ? വിൻചാട്ടന്റെ പെയിന്റ് എന്ന് വെച്ചാൽ ഭയങ്കര പെയിന്റ് നാറ്റിച്ചു വന്നാണ്. ഇത് നോക്കിയേ, എന്തേ വിൻ ചേട്ടാ? ഇതല്ലേ? ഇതാണ് നമ്മൾ അടിക്കുന്നത്. അത് ഇന്നലെ അടിച്ചേട്ടോ. വേറെ കാര്യമുണ്ട്, നോക്കുന്നതിന് കാശാ. അതെ ഗൈസ് നോക്കൂ, പുള്ളി ഇവിടെ നിന്ന് നമ്മൾ അവിടെ വരെ കൊണ്ടുപോകണം. ഇതിപ്പം മറ്റേ ഈ എന്നാ പറയാ, എത്ര ദിവസം തുടങ്ങിയിട്ട്? 3 ദിവസം നിങ്ങളുടെ പറയാൻ നടക്കുന്നത്? 3 ദിവസം. പുള്ളി പുതിയ ഗണ്ണൊക്കെ മേടിച്ചിട്ട് വന്നോക്കെ കേട്ടോ. കാണുന്നതാണ് ക്യാപ്സിയുടെ പിന്നെ ക്ലിയർ കേട്ടോ. പക്ഷെ ഇതല്ല ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ടിൻ വുഡ് അല്ലേ? ഗ്ലാസ് വുഡ് ഇതാട്ടോ. എൻ്റെ വണ്ടി മേരക്ക വണ്ടി നോക്കൂ. അതായത് നമ്മൾ ഈ കാണുന്ന ടിന്നിൻ്റെ അകത്ത് സാധനം ഇനി എന്ത് ചെയ്യും? ഈ കാണുന്ന പാത്രത്തിലേക്ക് വിവിഞ്ചേട്ടൻ ഒഴിക്കും കേട്ടോ. അങ്ങനെയല്ലേ വിവിഞ്ചേട്ടാ? ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതെ കറക്റ്റായിട്ട് ഒഴിക്കുന്നു. ഇത് പൂർസൻ്റെ അല്ലല്ലോ, നോക്കിയേ, കണ്ണു തുറന്ന് നോക്ക്, നാളെ മാറ്റി പറയത് അല്ല. അതൊന്നും എടുത്ത് നോക്കണോ വിവിഞ്ചേട്ടാ? അല്ലല്ലോ. ഒരു അല്ലേ? അത് നോക്കിയേ
ഇത് പറഞ്ഞേ പെയിന്റ് മാറിപ്പോയിട്ടില്ല. എൻ്റെ ബിബിൻ ചേട്ടാ ഇത് സാധനം മാറിയെന്ന് എനിക്ക് തോന്നിട്ടോ. ഇതാണ് ഇന്നലെ മേടിച്ചോണ്ട് വന്നേ. ഇത് ഇന്നലെ മേടിച്ചിട്ട് വന്നത്. ആ ഇത് ഇന്ന് മേടിച്ചിട്ട് വന്നത്. അല്ല ബിബിൻ ചേട്ടാ അതെ ഉറപ്പിക്കാവോ? ഇതാണ് ആദ്യം അടിച്ചേ? ഇത് ആദ്യം അടിച്ചതാണ്. ഇതിപ്പോ രണ്ടാമത് അടിക്കുന്ന ഇത് രണ്ടാം മണി. ഇത് നൂറുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. നിയോ ഗ്രീനാ. നല്ല വ്യത്യാസമുണ്ട്. ഉണ്ടെന്ന് ഇതും തുറന്നേ. ഇത് രണ്ടും കൂടെ വെച്ചേ. ക്യാമറ വെച്ചേ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടെ വെച്ച് തുറന്നേ. ക്യാമറയ്ക്കകത്തോട്ട് വെച്ചേ. വെച്ചേ. വ്യത്യാസം ഉണ്ടോ ഇല്ലേ? കളർ വ്യത്യാസമുണ്ട് ഇല്ലേ? ആ കളർ. ഇതൊരു കറുപ്പിഷ, മറ്റേതല്ല. അതിന് വേണ്ടിട്ടാ. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, ഇതും ഫ്ലൂറസെന്റ് നോക്കാം. പാ നിർത്തി അടിച്ചോട്ടോ, കാരണം 3/4 ലിറ്റർ ഇല്ലേ. അടിയോടടി കാണുന്നവരൊക്കെ അടിച്ചു. വടിയോ തരുന്നതിനൊക്കെ നീ എന്നാണ് ഇങ്ങനെ ഇരിക്കുന്ന കൊടുത്തു പറയണം. ഒരു വലിയ ലാഭം പോലെ കേട്ടോ. ആദ്യം പച്ച ഒഴിച്ചു, അതിന് മുകളിൽ വേറെ അതിന് ആദ്യം ഒഴിച്ചു തന്നെ ആദ്യം തിന്നത് തിന്നറിന് കാർണർ. ഇതല്ലേ ബേസ് ആയി. പെയിന്റ് ഇപ്പൊ ലൂസായി. ലൂസായി. ആ ഇനിയിപ്പം ഗണ്ണിലേക്ക് ഒഴിച്ച് അടിച്ചാൽ മതി അല്ലേ? അതൊക്കെ പഠിപ്പിച്ചു തന്നാൽ ഞങ്ങൾ തന്നെ അടിക്കാനുണ്ടോ? അത് മിക്സായി. ഇതിപ്പോൾ ഇതിലേക്ക് മാറ്റി ഇനിയിപ്പോൾ ഒരു കോട്ട് അടിച്ചു. പിന്നെ അടിച്ചു നോക്കട്ടാ. അടിച്ചു നോക്കട്ടെ പിന്നെ. ബാ അടിച്ചു നോക്കാം. പരിപാടി പോലെ കേട്ടോ. ആ കളർ ശരിയാകുന്നില്ല. ഇവിടെ അടിച്ചു നോക്കി. നേരെ ഒന്നും കൂടെ ഗണ്ണ് വെച്ച് വീശാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നേരെ വണ്ടി എടുത്തിട്ട് പോവാണ്. ഒന്നും കൂടെ അടിച്ചു നോക്കട്ടെ കേട്ടോ. അതും ആവുന്നില്ല കേട്ടോ. അതെ, അന്ന് മേടിച്ച സെയിം കോട്ട് കൊടുത്ത വീഞ്ചാട്ട മേടിച്ചാക്കുന്നേ. ഇത് മതി പിന്നെ. ആ ഇതായോടോ. ആ ഹാർഡാവുന്നുണ്ട്. നേരത്തെ ഹാർഡായില്ലേ? അല്ല ഇത് നേരത്തെ സെറ്റ് ആയിടോ. ആ നേരത്തെ ലൈറ്റ് ആയിരുന്നു, ഇത് ഹാർഡായില്ലേ? ഇത് മതി. നമ്മളവിടെ എല്ലാം അടിച്ചു നോക്കി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരല്പം ബ്ലാക്കിൻ്റെ അത് മിക്സ് ചെയ്ത് ആ കളർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പെയിന്റ് അടിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് പച്ച അടിക്കും, നാളെ കറുപ്പടിക്കും. ഓ ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാൻ വീണ്ടും മറ്റൊരു വീഡിയോ അതാണ്. ഗൈസ് നോക്കൂ, 2-3 കാര്യം കൂടെ. അതായത് ഇന്ന് 23-ാം തീയതി നമ്മുടെ വണ്ടിയുടെ ഗ്രീൻ കളർ ഇന്നടിക്കും. നാളെ നമ്മുടെ വണ്ടിയുടെ കറുപ്പ് പെയിന്റ് അടിക്കും. പിന്നെ അതിന് ശേഷം ഉള്ളിലെ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് അതുപോലത്തെ സംഭവങ്ങൾ മാത്രമേ ബാലൻസ് ഉള്ളൂ. അതിനുശേഷം മെക്കാനിക്കൽ ചെറിയ 2-3 അതിൻ്റെ അടിയിലെ യൂണിവേഴ്സൽ, അതായത് സ്റ്റിയറിങ്ങിൻ്റെ അടിയിലെ യൂണിവേഴ്സൽ എ സിക്ക് ഒരു കരകര സൗണ്ട് ഉണ്ട്. അത് പിന്നെ ഞാൻ എന്തേലും പണി മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്ന ആരും ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ എഴുതണം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം, ഞങ്ങളുടെ അടുത്ത യാത്രയിൽ എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപത്തിൽ എഴുതണം. ഗൈസ് നോക്കൂ, ഇനി നമുക്ക് ദിവസങ്ങളില്ല. 25-ാം തീയതിക്ക് ശേഷം നമ്മൾ ടൈറ്റ് ആവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രയുള്ള സംവിധാനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങണം. അപ്പോൾ അതിന് മുന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇവിടുന്ന് വണ്ടി പണിതുകൊണ്ടോട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് നേപ്പാൾ കാഠ്മണ്ഡുവിലേക്ക് പോകാൻ വേണ്ടി. അതായത് നേപ്പാൾ കാഠ്മണ്ഡു ചെയ്യേണ്ട കുറേ ദിവസം ലേറ്റ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ചൈനയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ചൈനയിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് വർക്ക് ആവുമെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയത്തില്ല, ഞങ്ങൾ പോയിട്ടുമില്ല. അപ്പോൾ എങ്ങനെ അവിടുന്ന് വീഡിയോ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഒന്നേലും അവിടുന്ന് എന്തെങ്കിലും ക്ലൗഡ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് അവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് നാട്ടിൽ കൊടുത്തിട്ട് നാട്ടിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവോ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഈ സാധനമില്ല. ചൈന കടന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. നേപ്പാൾ വരെ നമുക്ക് കുഴപ്പമില്ല. നേപ്പാളൊക്കെ ഞങ്ങൾ പോയതാണ്. എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് ഏകദേശം സംഭവങ്ങൾ അറിയാം. പക്ഷേ ഇത് ചൈനയിൽ എങ്ങനെയാണെന്നുള്ള അതും ഒന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഗൈസ് നോക്കൂ, വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിന് ശേഷം ഇവിടുത്തെ പരിപാടി ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുവന്നു. അവിടുന്ന് തന്നെ നമ്മൾ നേരെ പോകും. ചിലപ്പം ഇവിടുന്ന് തന്നെ നേരെ പോകും. അതായിരിക്കും ചിലപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ ടൈമിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. പിന്നെ അതേ സമയത്ത് വണ്ടിയുടെ ഇങ്ങോട്ട് വരാൻ നേരത്തെ വണ്ടി ഇപ്പോൾ ഏകദേശം എല്ലാ ലൈനുകളും, അതായത് വണ്ടിയുടെ പച്ച ലൈനുകൾ മൊത്തം ഇപ്പം ഗ്രീൻ അടിച്ചിട്ടേക്കുവാണ് കേട്ടോ. ഈ കാണുന്ന ഫുള്ള് ഗ്രീൻ അടിച്ചിട്ടു കേട്ടോ. ഇതേപോലത്തെ ഗ്രീനുകൾ അടിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി. സംഭവം രാത്രിയായി. ഇത്ര കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം നമ്മുടെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി കേട്ടോ.